നമുക്ക് കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ കൂടി ചേരുന്ന സാഹചര്യമുണ്ട്. വിവിധ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. എങ്കിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നതേയുള്ളൂ. ഡാനി ഇപ്പോൾ ചേരുമ്പോൾ, ഡാനി, നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഏപ്രിൽ പകുതിയോടുകൂടി നടക്കുമെന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിവുള്ളതായിരുന്നു. ഇപ്പോഴും UDF-ലും LDF-ലും NDA-യിലും തിരക്കിട്ട ചർച്ചകൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ എങ്കിൽ പോലും ഒരുക്കങ്ങൾ ഏതാണ്ട് എല്ലാവരും, അതായത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ LDF-ന്റെ വികസന മുന്നേറ്റ യാത്ര അത് സമാപിച്ച പശ്ചാത്തലമുണ്ട്, പുതുയുഗ യാത്ര സമാപിച്ച പശ്ചാത്തലമുണ്ട്, NDA അവരുടെ യാത്രകൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 മുന്നണികളും നേരത്തെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുക, അങ്ങനെ സജ്ജമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയല്ലേ ഇപ്പോഴുള്ളത് ഡാനി? അഭിലാഷ്, തീർച്ചയായും തന്നെ. കാരണം മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. മുന്നണികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അവരുടെ ഒരു അടിത്തറ ഒരു ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെ മൊത്തം പ്രവർത്തകരെ തന്നെ ഒരു ഐക്യത്തിലേക്ക് കൊണ്ടുവരിക, അവരിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിന് സജ്ജമാകുമെന്ന സന്ദേശം തന്നെയാണ് പൊതുവിൽ ഇത്തരം യാത്രകളിലൂടെ തന്നെ ഉദ്ദേശിക്കുന്നത്. അവർ പൊതുവിൽ അവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന തന്ത്രം തന്നെയാണ് ഈ യാത്രകളിലെല്ലാം തന്നെ പൊതുവായുള്ളത്. അങ്ങനെയുള്ള പ്രാഥമികമായ രീതിയിൽ തന്നെ പ്രവർത്തകർ ഒന്ന് ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടി, സന്നദ്ധരാക്കുന്നതിന് വേണ്ടിയുള്ള ഈ യാത്രകളും കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തീകരിച്ചു. ഒപ്പം തന്നെ ഈ യാത്രകളിലൂടെ തന്നെ ഉദ്ദേശിക്കുന്നത് അതത് മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോൾ പൊതു സ്വീകാര്യത ആർക്ക്, എങ്ങനെയൊക്കെയാണ്, ഏതെങ്കിലും രീതിയിൽ ഇത്തരം ചേരുവകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക, രഹസ്യമായും പരസ്യമായും എല്ലാം തന്നെ അത്തരം ചർച്ചകൾ പൂർത്തീകരിക്കുക, പ്രഖ്യാപനങ്ങൾ നടത്തുക, ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു. LDF ആകട്ടെ തങ്ങൾ ഈ കാലഘട്ടത്തിൽ അത്രയും ഈ 10 വർഷത്തോളം നീണ്ട ഈ ഭരണത്തിൽ എത്രമാത്രം കാര്യങ്ങൾ ചെയ്ത് ഉറപ്പിക്കാനായിട്ടുണ്ട്, അത് പൂർണ്ണമായും തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതെല്ലാം തന്നെയാണ് വികസന സന്ദേശയാത്ര എല്ലാം തന്നെ നടത്തിക്കൊണ്ട് പോയത്. അതോടൊപ്പം തന്നെ ഇടതു മുന്നണിയുടെ ഒരു ക്യാമ്പയിൻ തന്നെ പ്രധാനമായും തന്നെ ഒരു തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയുള്ളൊരു ക്യാമ്പയിൻ, അവരൊരു ഹാഷ്ടാഗ് അതെല്ലാം തന്നെ പുറത്തിറങ്ങുകയും അത് ഇപ്പോൾ വലിയ രീതിയിലേക്ക് ഹോർഡിങ്സുകളിലൂടെ എല്ലാം തന്നെ പ്രചാരണത്തിലേക്ക് എല്ലാം തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ UDF കേന്ദ്രങ്ങളെല്ലാം തിരക്കിട്ട രീതിയിലുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. വിവിധ മണ്ഡലങ്ങളിൽ ആര് എങ്ങനെയൊക്കെ എന്ന രീതിയിലുള്ള ചർച്ചകൾ പൂർത്തീകരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെ തങ്ങൾ 50 സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ പ്രഖ്യാപിക്കാൻ, ആ നിമിഷം പ്രഖ്യാപിക്കാൻ തയ്യാറാണ് എന്നത് പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഘടകകക്ഷികളുമായുള്ള ചർച്ചകളെല്ലാം തന്നെ തങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഒരു ആശയക്കുഴപ്പമോ ഒന്നും തന്നെയും എവിടെയും നിലനിൽക്കുന്നില്ല. പൂർണ്ണമായും തന്നെ സജ്ജമായിരിക്കുകയാണ്. ആ ഒരു UDF മിഷണറി സംവിധാനം എല്ലാം തന്നെ പൂർണ്ണ സജ്ജമാണ്. ഏതു നിമിഷവും തങ്ങൾ സ്ഥാനാർത്ഥികളെ വിവിധ മണ്ഡലങ്ങളിൽ പ്രഖ്യാപിക്കാൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്തു. NDA ക്യാമ്പും സ്ഥിതി വ്യത്യസ്തമല്ല. പല രീതിയിലുള്ള ചർച്ചകൾ, അവരുടെ ഒരു ഘടകകക്ഷി ചർച്ചകളും കാര്യങ്ങളും എല്ലാമായിട്ട് മുന്നോട്ട് പോകുന്നു. ചിലയിടങ്ങളിലെങ്കിലും ഈ സ്ഥാനാർത്ഥി സംബന്ധിയായ കാര്യങ്ങൾ ചില ചർച്ചകൾ ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അവർ പൂർണ്ണമായും തന്നെയും സന്നദ്ധമാണ് എന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് എറണാകുളം ജില്ലയിൽ മെഗാ അദാലത്തുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് NDAയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. 2020 കടന്നു വന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം NDAക്ക്, BJPക്ക് ക്യാമ്പുകളിൽ അത് വളരെ പ്രകടമാണ്. അങ്ങനെ ഈ രീതിയിലുള്ള ഒരു ചർച്ചകളും കൂടിക്കാഴ്ചകളും എല്ലാമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായാൽ ഉടൻ തന്നെ ഗോതയിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് പൂർണ്ണ സജ്ജം എന്ന രീതിയിൽ തന്നെയാണ് മുന്നണികൾ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇന്ന് പ്രഖ്യാപനമുണ്ടാകിയാൽ തന്നെ വരും മണിക്കൂറുകളിൽ തന്നെ ആ രീതിയിലുള്ള തുടർ ചർച്ചകളും നീക്കങ്ങളുമെല്ലാം മുന്നണികളുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അഭിലാഷ്. യെസ്, അതായത് മധ്യ കേരളത്തിലടക്കം രാഷ്ട്രീയ കേരളത്തിൽ ഉറ്റുനോക്കുന്ന പോരാട്ടത്തിൽ, നിർണായകമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ, അതായത് വലിയ ഏറ്റുമുട്ടലുകൾ നടക്കുന്ന മധ്യ കേരളം. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ വലിയ പോരാട്ടം ആയിരുന്നു മധ്യ കേരളത്തിൽ നടന്നത്. പ്രത്യേകിച്ച് എറണാകുളം മണ്ഡലത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ഒന്നടങ്കം ഇടത് ആവർത്തന തരംഗം ആയിരുന്നുവെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ എറണാകുളം ജില്ലയടക്കം പ്രസക്തമാണ്. എറണാകുളം ജില്ലയെക്കുറിച്ച് നമുക്ക് വിശദമായി പരിഗണിക്കേണ്ടതുണ്ട്.
വീണ്ടും നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ വാർത്താ സമ്മേളനത്തിലാണ് കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നത്. 5 സംസ്ഥാനങ്ങളിൽ എത്ര ഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി. കാരണം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനാർത്ഥി നിർണയവും ഒരുക്കങ്ങളുമാണ് പ്രധാനമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യയിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ഉദ്യോഗസ്ഥ നിയമനങ്ങൾ കൃത്യമായി നടത്തേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥരുടെ സ്ഥാനമാറ്റങ്ങൾ അതോടൊപ്പം തന്നെ സ്ഥലം മാറ്റങ്ങൾ അതിനു മുമ്പ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. കൃത്യമായി സേനാ വിഭാഗങ്ങളെ സജ്ജമാക്കേണ്ടതുണ്ട്. സംസ്ഥാന പോലീസിനോടൊപ്പം തന്നെ കേന്ദ്ര സേനയെ വിന്യസിക്കേണ്ടതുണ്ട്. നേരത്തെ രഞ്ജിത്ത് രാമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലെയും ഫെസ്റ്റിവലുകൾ കണക്കിലാക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ കേരളത്തിൽ നോമ്പ് സമയമാണ് എന്ന് നമുക്കറിയാം. ഇതിനുശേഷം നമ്മളൊരു ഈസ്റ്റർ ആഘോഷത്തിലേക്ക് പോവുകയാണ്. അതിനുശേഷമാണ് വിഷു ആഘോഷമുണ്ടാകുന്നത്. മലയാളികളെ എല്ലാവരെയും തന്നെ സ്വാധീനിക്കുന്ന മറ്റൊന്നാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ ഇങ്ങനെ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും അസമിലും പുതുച്ചേരിയിലുമെല്ലാം ഇത്തരം ആഘോഷങ്ങളുണ്ട്, ഉത്സവ സീസണുകളുണ്ട്. ഇതെല്ലാം വിശദമായി പരിശോധിച്ച് അത്തരം ദിവസങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വേണം ഈ ഒരു പട്ടിക തയ്യാറാക്കാൻ. അങ്ങനെ 1 മുതൽ 8 ഘട്ടങ്ങൾ ആയിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഒരുപക്ഷെ ഇത്തവണ ആ ഘട്ടങ്ങൾ കുറച്ചേക്കാം എന്ന സൂചനയുണ്ട്. അതല്ല എങ്കിൽ പശ്ചിമ ബംഗാളിൽ ഘട്ടങ്ങൾ കൂടിയേക്കാം എന്ന സൂചനയുമുണ്ട്. അതിൽ ഏത് ഘട്ടത്തിലായിരിക്കും കേരളം വിധി എഴുതാൻ പോകുന്നത് എന്നതാണ് പ്രധാനം. ഇപ്പോൾ VV അരുൺ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. കാരണം ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണി തുടർഭരണം നേടി. ഇനി 3ാം ടേം ആണ് പിണറായി വിജയൻ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ രാഷ്ട്രീയമായ നിലനിൽപ്പ് UDFന് പ്രധാനമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ഇതിൽ പരാജയപ്പെട്ടാൽ പിന്നീട് ഒരു തിരിച്ചുവരവ് കേരളത്തിൽ സാധ്യമാണോ എന്ന ഭയം നിലനിൽക്കുന്ന സാഹചര്യം. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് നിയമത്തുണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിച്ചു. അത് തുറക്കുക എന്നത് മാത്രവുമല്ല കൂടുതൽ സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യം. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അരുൺ, അതെ, തീർച്ചയായിട്ടും 3 മുന്നണികൾക്കും 3 രീതിയിൽ ഏറ്റവും നിർണായകമാണ് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്തെ ഭരണമുന്നണി, ഇടതുമുന്നണി, അവർക്ക് തുടർച്ചയായ 3ാം ഭരണം എന്ന സ്വപ്നമാണ്. സംസ്ഥാന ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ, ഒരിക്കലും കേരളം വിചാരിക്കാത്ത തരത്തിലാണ് കഴിഞ്ഞ 2016 പിന്നാലെ 21 ഇടതുമുന്നണി അധികാരത്തിൽ വന്നത്. വലിയ രാഷ്ട്രീയ തിരിച്ചടികൾ ഉണ്ടായ സമയത്ത് പോലും വലിയ തിരിച്ചുവരവാണെന്ന് ഇടതുമുന്നണി നടത്തിയത്. കോവിഡും അതുപോലെ തന്നെ പ്രളയകാലത്തുമൊക്കെ സർക്കാർ സ്വീകരിച്ച നടപടികൾ അതൊക്കെ ഈ തിരിച്ചുവരവിന് അല്ലെങ്കിൽ നിലനിർത്താൻ സഹായകമായി എന്ന വിലയിരുത്തലുണ്ടെങ്കിൽ പോലും അത് രാഷ്ട്രീയ അത്ഭുതം തന്നെയായിരുന്നു. സംസ്ഥാനത്ത് 5 വർഷം മാറി വരുന്ന മുന്നണി ഭരണം എന്ന പരമ്പരാഗത സംവിധാനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഉടച്ചു വാർത്തുകൊണ്ട് ഇടതുമുന്നണി പിണറായി വിജയൻ നേതൃത്വത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നത്. ആ ഒരു റെക്കോർഡിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇടതുമുന്നണി പിണറായി 3.0 എന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, വലിയ തിരിച്ചടിയുണ്ട്. പക്ഷേ അതൊന്നും കാര്യമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രം അമ്പയെ മാറും. വലിയ വിജയത്തിലേക്ക് ഇടതുമുന്നണി എത്തിച്ചേരും. 110 സീറ്റ് ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകാനാണ് ഇടതുമുന്നണിയോട് CPMന്റെ പൊളിറ്റ് ബ്യൂറോ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യമിട്ടാണ് ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത്. ഈ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയത്. ആ രീതിയിലാണ് ഇടതുമുന്നണിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇടതുമുന്നണിക്ക് ഭരണം നിലനിർത്തിയേ മതിയാകൂ. ഇടതുമുന്നണിക്ക് കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ടാൽ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത പാർട്ടിയായി CPM ഉൾപ്പെടെയുള്ളവ മാറും. അത് ഒഴിവാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇടതുമുന്നണിക്കുള്ളത്. കോൺഗ്രസിന്റെ UDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരിച്ചുവരവില്ലെങ്കിൽ ഇനി ഇല്ല എന്ന അവസ്ഥയിലേക്ക് അവർ പോകും. 2 തവണ തുടർച്ചയായി 10 വർഷം അധികാരത്തിന് പുറത്തു നിൽക്കുന്നത് കോൺഗ്രസിനെ പോലെ അവരുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അതിന്റെ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ഈ ഒരു തവണ കൂടി ഭരണത്തിൽ പുറത്തിറക്കപ്പെട്ടാൽ ആ മുന്നണി സംവിധാനം തന്നെ പാടെ തകർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. അവസരം കാത്ത് BJP സംസ്ഥാനത്തുണ്ട്. അവരുടെ വോട്ട് വിഹിതം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നു. ഇത്തവണ കേരളത്തിന്റെ മത്സര ചിത്രം തന്നെ മാറുമെന്നാണ് കഴിഞ്ഞ ദിവസവും BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം. 2016 അവർ നിയമത്തെ അക്കൗണ്ട് തുറന്നു. ഇത്തവണ അക്കൗണ്ട് തുറക്കുക മാത്രമല്ല ഭരണത്തിൽ നിർണായക സ്വാധീനമായി
സാന്നിധ്യമായി മാറുമെന്ന അവകാശവാദമാണ് BJPക്കുള്ളത്. അങ്ങനെ മൂന്ന് മുന്നണികൾക്കും ഏറ്റവും നിർണായകമാണ് തെരഞ്ഞെടുപ്പ്. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി നിർണയം അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും ഭരണസ്ഥിരാ കേന്ദ്രമായ തിരുവനന്തപുരം ഉൾപ്പെടുന്ന തെക്കൻ കേരളത്തിന്റെ പൊതുവായ ഒരു രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ തീർച്ചയായും നേരത്തെ തന്നെ അവർ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു എന്നതാണ്. പക്ഷേ തിരുവനന്തപുരം പോലെയുള്ള നിയമസഭാ സീറ്റുകളിൽ ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെയാണ് BJPക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ എന്നതും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഉൾപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഇത്തവണ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് BJPയും പ്രതീക്ഷിക്കുമ്പോഴാണ് തെക്കൻ കേരളം ഇത്തവണ കരുത്തുറ്റ ഒരു പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് മലബാറിലേക്കാണ്. മലബാറിൽ തന്നെ മലപ്പുറം ഉൾപ്പെടുന്ന മുസ്ലിം ലീഗിന് വളരെ കൃത്യമായ സ്വാധീനമുള്ള ഭൂപ്രദേശങ്ങളുണ്ട്. അവിടെ ചില മണ്ഡലങ്ങളുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.